Hello guys, welcome back to YouTube channel. അപ്പോൾ ഗായ്സ് ഞങ്ങൾ ഈ ഒരുങ്ങി നിൽക്കുന്ന എവിടേക്ക് പോകാനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തൃശ്ശൂർ റൗണ്ടിന്റെ ബോണ്ണത്തലയുണ്ട് ഗായ്സ്. അപ്പോൾ നമ്മൾ പോവാണ്. ഞങ്ങളുടെ പള്ളിയിൽ നിന്ന് ബോണ്ണത്തലയില്ല, അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു കാണാൻ പോകണം വിചാരിച്ചു. അപ്പോൾ കുറേ പള്ളികളിൽ നിന്ന് ടീം ഉണ്ടാവും, തൃശ്ശൂർ തന്നെയുള്ള എല്ലാ കുറേ പള്ളികളിൽ നിന്നുണ്ടാവും. അപ്പോൾ ഗായ്സ് ഞങ്ങൾ ഓട്ടോറിക്ഷയ്ക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. പിന്നെ ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് അവിടെ നിന്നിട്ട് കാണാം. അങ്ങനെ ഗായ്സ് നമ്മൾ തൃശ്ശൂർ എത്തി. അപ്പോൾ അവിടെ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ തുടങ്ങി വരുന്നുണ്ടായിരുന്നുള്ളൂ ബോണ്ണത്താല. കഴിഞ്ഞ വർഷമൊക്കെ ഞാനുണ്ടായിരുന്നു ബോണ്ണത്താലയ്ക്ക്, പക്ഷേ ഈ പ്രാവശ്യം ഞാനില്ല, കാരണം ഞങ്ങളുടെ പള്ളിയിൽ നിന്ന് ടീമില്ല. പിന്നെ ഞങ്ങളുടെ ഭാഗത്ത് കളിച്ചായിരുന്നു, ബോണ്ണത്താല വരെ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ കളിച്ചായിരുന്നു. അതിന് വീഡിയോ ഞാൻ മുന്നിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഡാൻസ് ഒക്കെ തുടങ്ങി. അപ്പം നമ്മുടെ തൃശ്ശൂർ റൗണ്ടിലൊക്കെ ഇങ്ങനെ ഡാൻസ് കളിക്കാൻ വേറൊരു അവസരം കിട്ടിയെന്ന് വരില്ല. അപ്പോൾ എനിക്കിഷ്ടമാണ് ഇങ്ങനെയൊക്കെ ഡാൻസ് കളിക്കാൻ, പക്ഷേ എന്ത് ചെയ്യാൻ ഞങ്ങൾ പള്ളിയിൽ നിന്ന് ഉണ്ടായിരുന്നില്ല. അതിൻ്റെ ഒരു വിഷമം ചെറുതായിട്ടൊക്കെ ഉണ്ടായിരുന്നു എനിക്ക്. ഡാൻസിന് ഒരുങ്ങുകയാണ്. ബി റെഡി, ബി മെയിൻറ്റെയിൻ ഡിസ്റ്റൻസ്. ആരംഭിച്ച ഈ പ്രസ്ഥാനം പതിമൂന്നോളം പ്ലോട്ടുകളാണ് ഈ രാജകീയ കടന്നു പോകുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ബോണ്ണത്താല കേവലം പ്രകടനങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ആഘോഷങ്ങൾ 7-ാം തീയതി. വളണ്ടിയേഴ്സിന്റെ പ്രത്യേക ശ്രദ്ധയ്ക്ക് വെള്ളത്തിന് അടുത്ത ഡാൻസിനായി നാം ഒരുങ്ങുകയാണ്. കുഞ്ഞാവയ്ക്ക് വിശക്കുന്നു. എന്തേലും മാറ്റോടുത്ത്
അങ്ങനെ ഒരുവിധം ടീമുകൾ കഴിയുന്നവരെ ഞങ്ങൾ അവിടെ നിന്നു. പിന്നെ എന്താ പറയാ, ഓരോ ടീമിന്റെ ബാക്കിലായിട്ട് ഇങ്ങനെ ടാബ്ലോകൾ ഉണ്ടായിരുന്നു, ഇങ്ങനെ വലിയ രൂപങ്ങളൊക്കെ ആയിട്ടൊക്കെ. പിന്നെ വേറൊരു സന്തോഷം എന്ന് പറയുന്നത്, നമ്മളറിയാവുന്ന കുറേ പേരുണ്ടായിരുന്നു, കുറേ പാപ്പന്മാരുണ്ടായിരുന്നു. ഇങ്ങനെ നടന്നു പോകുമ്പോ ഒക്കെ നമ്മളിങ്ങനെ നോക്കി ടാറ്റയൊക്കെ പറയാം. അപ്പൊ എനിക്ക് സന്തോഷമായി, ഞാൻ അവർക്ക് ടാറ്റയൊക്കെ കൊടുക്കും. അപ്പം പിന്നെ അച്ഛൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ അവന്റെ കൂട്ടുകാരനെ കണ്ടപ്പം അവൻ അതുവഴി അങ്ങോട്ടോ പോയി. പിന്നെ ഏതൊരു പരിപാടിയുടെയും മെയിൻ ഐറ്റമാണ് ഇതേപോലെയുള്ള സ്ട്രീറ്റ് ഫുഡുകൾ. അപ്പം ഞങ്ങൾക്ക് ഇങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങി കഴിക്കാൻ. അപ്പോൾ ഈ സാധനമാണ് ഫേവറേറ്റ്. പിന്നെ കോളിഫ്ലവർ വറുത്തത് എനിക്കാട്ടിൽ വലിയ ഫേവറേറ്റ് ആണ്. അപ്പം ഞങ്ങൾ ആദ്യം തന്നെ ഇത് കഴിച്ചു. പിന്നെ പാനിപ്പൂരി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പം അതും കഴിച്ചു. പിന്നെ ഇത് കഴിഞ്ഞപ്പോൾ വേറൊരു സെക്ഷനിൽ ഇങ്ങനെ ഉപ്പിലിട്ട ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ പൈനാപ്പിൾ റൈസ് അങ്ങനെ നിൽക്കുമ്പോഴാണ് അപ്പുറത്ത് ഇങ്ങനെ എന്നിട്ട് ഫ്ലവർ വറുത്തത്, പിന്നെ കായ ബജി, മുളക് ബജി ഒക്കെ കണ്ടത്. അപ്പം ഫ്ലവർ വറുത്തതും പിന്നെ മിക്സഡായിട്ട് കായ ബജിയും മുളക് ബജിയും കൂടെ. അങ്ങനെ പരിപാടികളൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോയി തുടങ്ങി. ഞങ്ങളാണെങ്കിൽ തെക്കുംകാട് മൈതാനത്തിൽ കുറേ ഞെരങ്ങിയിരുന്നു, ഓരോ സാധനങ്ങൾ കഴിച്ചിരുന്നു. അപ്പൊ നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു, നമ്മൾ വീട്ടിൽ പോവാണ്. 2023 ആവേശകരമായ കാഴ്ചയുടെ ദൃശ്യവിരുന്നൊരുക്കിക്കൊണ്ട് തന്നെ നിങ്ങൾക്കായിട്ട് കാഴ്ചകൾ ഒരുക്കിക്കൊണ്ടു. അത് കഴിഞ്ഞ് നമ്മൾ പുത്തമ്പള്ളിക്ക് പോയി. അവിടെ ഇങ്ങനെ പുൽക്കൂടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, നല്ല വലിയൊരു പുൽക്കൂടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഉള്ളത് പുത്തമ്പള്ളിയിലാണ്. ഇവിടെ ഒരു വലിയ ട്രെയിൻ, പിന്നെ അവിടെ നിറച്ച് പുൽക്കൂട്, പിന്നെ അവിടെ ഒരു വലിയ പുൽക്കൂടുണ്ട്, കുയ്യുണ്ട്, നല്ല രസമുണ്ട്. അപ്പൊ ഗൈസ്, ഈ വർഷത്തെ ക്രിസ്മസ് ഇവിടെ തീർന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം തൃശ്ശൂരുകാരുടെ ലാസ്റ്റത്തെ ക്രിസ്മസിന്റെ ഒരു ഭാഗമായിട്ടുള്ളതാണ് ബോണ്ണത്താലെ. അപ്പം അതും അവസാനിച്ചു, അങ്ങനെ നമ്മുടെ ക്രിസ്മസും അവസാനിച്ചു. ഇനി ഒരു ക്രിസ്മസിന്റെ വീഡിയോ ഞാൻ ഇടുന്നു തോന്നുന്നില്ല. അപ്പൊ ഗൈസ്, നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ ഇട്ട് വരുന്നവർക്ക് ടാറ്റാ.